Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രി മാനേജ്മെന്റിന് തൊഴിലാളികളോട് ധാർഷ്ട്യമെന്ന് ആരോപണം. തൊഴിൽ നിയമങ്ങൾ യാതൊന്നും നടപ്പിലാക്കുന്നില്ലെന്ന് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ. ഓഗസ്റ്റ് 14-ന് ആശുപത്രിയിലേക്ക് പ്രതിഷേധ സമരം സംഘടിപ്പിക്കുമെന്നും UNA. ലിറ്റിൽ ഫ്ലവർ ആശുപത്രി മാനേജ്മെന്റിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ ഭാരവാഹികൾ ഉന്നയിക്കുന്നത്. തൊഴിൽ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് മാനേജ്മെന്റിന്റെ പ്രവർത്തനം. യാതൊരു മുന്നറിയിപ്പോ ചർച്ചയോ കൂടാതെ വർഷങ്ങളായി ജോലി ചെയ്യുന്ന നഴ്സുമാരെ അടക്കം പിരിച്ചുവിടുന്നു. ഇല്ലാത്ത തസ്തികകൾ ഉണ്ടാക്കി മാനേജ്മെന്റിന് താൽപര്യമുള്ളവരെ പുതിയതായി നിയമിക്കുകയും ചെയ്യുന്നു. പറ്റാത്തവരെല്ലാം പണി നിർത്തി പൊയ്ക്കോ എന്നാണ് മാനേജ്മെന്റ് പറയുന്നതെന്ന് UNA യൂണിറ്റ് പ്രസിഡന്റ് മനു ബേബി പറയുന്നു. ഞങ്ങൾ LF ജോലി ചെയ്യുന്ന നഴ്സുമാരാണ്. നമ്മൾ UNA എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് അവിടെ. UNAയുടെ LF യൂണിറ്റ് പ്രസിഡന്റാണ് ഞാൻ. ഇതെല്ലാം അവിടുത്തെ ഭാരവാഹികളാണ്. നമ്മളിപ്പോൾ LF മുഴുവൻ ജീവനക്കാരും ഒത്തിരിയേറെ പ്രശ്നങ്ങളിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു തരത്തിലും നിയമങ്ങളൊന്നും തന്നെ പാലിക്കുന്നില്ല. ജീവനക്കാർക്കെതിരെ വളരെ മെൻ്റൽ ഹരാസ്മെൻറ്റ്, പിന്നെ അതുപോലെ തന്നെ എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തി ഡ്യൂട്ടി സമയങ്ങളും എല്ലാം തോന്നുംപടിയാക്കുന്ന ഒരു രീതിയാണ് LF മാനേജ്മെൻറ്റ് സ്വീകരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ജീവനക്കാരെ പിരിച്ചുവിടുന്നു. വളരെ ധാർഷ്ട്യത്തോടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് LF മാനേജ്മെൻറ്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ശക്തമായൊരു പ്രക്ഷോഭത്തിലോട്ട് UNA എന്ന് പറഞ്ഞ സംഘടന കിടക്കുകയാണ്. LF മുഴുവൻ ജീവനക്കാരും, നഴ്സിംഗ് ഇതര ജീവനക്കാർ ഉൾപ്പെടെയുള്ള എല്ലാ ജീവനക്കാരും ഈ സംഘടനയ്ക്ക് കീഴിൽ അണിനിരന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിൻ്റെ പ്രക്ഷോഭങ്ങളുടെ ആദ്യപടി എന്ന നിലയിൽ ഈ വരുന്ന 14-ാം തീയതി വൈകിട്ട് 5 മണിക്ക് LF ഹോസ്പിറ്റലിലോട്ട് ഒരു പ്രതിഷേധ പ്രകടനമായിട്ടാണ് പ്രതിഷേധങ്ങൾ ആരംഭിക്കുന്നത്. അതിന് ഇന്ന് കൂടിയ കമ്മിറ്റി അതിനൊരു തീരുമാനമെടുത്ത് അതിനുവേണ്ട നടപടികളോട് കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാനേജ്മെൻറ്റിൽ പുതിയൊരു ഡയറക്ടർ വന്നതിന് ശേഷമുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന ജീവനക്കാരാണ് ഇവിടെ ഉള്ളത്. അവരോടെല്ലാം അച്ഛൻ വഴിയോ അല്ലെങ്കിൽ മറ്റ് സുപ്പീരിയേഴ്സ് വഴിയായിട്ട് പറയുന്നത്, പറ്റാത്തവരെല്ലാം അവർ പറയുന്ന രീതിയിൽ പറ്റുമെങ്കിൽ തുടർന്ന് പോകാം, അല്ലാത്ത ആളുകളെല്ലാം നിർത്തിപ്പോയിക്കോ, പകരം ആളുകളെ കൊണ്ടുവരാൻ ഇഷ്ടം പോലെ ഉണ്ട് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ രോഗികളെ നോക്കാനുള്ള ഒരു നഴ്സുമാരുടെ പോലും ഷോർട്ടേജ് അവിടെ ഉണ്ട്. പല മാസങ്ങളായിട്ട് ഞങ്ങൾ പറയുന്നുണ്ട് ഷോർട്ടേജ് പരിഹരിക്കണം എന്നുള്ളത്. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല. എന്നാൽ പല അപ്പോയിൻമെൻറ്റുകൾ നടക്കുന്നത് എന്താ പറയുക, അതിൽ വേണ്ടപ്പെട്ട ആളുകളുടെ പല ആളുകളെയും പല പോസ്റ്റുകളും പുതിയതായിട്ട് സൃഷ്ടിച്ചിട്ട് വരെ അപ്പോയിൻമെൻറ്റുകൾ നടക്കുന്നുണ്ട്. അതെല്ലാം പല അച്ഛന്മാരുടെയോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സിൻ്റെയോ ആളുകളായിരിക്കാം. പക്ഷേ എന്നാൽ രോഗികളെ നോക്കേണ്ടതായ നഴ്സുമാർ ആവശ്യത്തിന് പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഇല്ല. ജീവനക്കാരെ ഉള്ള ആളുകളെ വെച്ച് മാക്സിമം കഷ്ടപ്പെടുത്തി ജോലി ചെയ്യിക്കുക എന്ന രീതിയാണുള്ളത്. രോഗികളെ പരിചരിക്കാൻ ആവശ്യത്തിന് നഴ്സുമാരില്ല. ഉള്ള നഴ്സുമാരെ വെച്ച് മാക്സിമം പണിയെടുപ്പിക്കുക എന്ന നിലപാടാണ് മാനേജ്മെന്റിന്റേത്. കടുത്ത മാനസിക പീഡനമാണ് തൊഴിലാളികൾ അനുഭവിക്കുന്നത്. ഇതു സംബന്ധിച്ച് പലവട്ടം മാനേജ്മെന്റുമായി ചർച്ച നടത്തിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് UNA യൂണിറ്റ് സെക്രട്ടറി മോൻസി ജോൺ ചൂണ്ടിക്കാട്ടി. ഞങ്ങളുടെ യൂണിറ്റിൻ്റെ സെക്രട്ടറിയാണ്. എൻ്റെ പേര് മോൻസി ജോൺ എന്നാണ്. അപ്പോൾ ഞങ്ങൾ പല പ്രാവശ്യമായിട്ട് മാനേജ്മെൻറ്റുമായിട്ട് ചർച്ച ചെയ്ത് ഇത് പരിഹരിക്കാൻ പല പ്രാവശ്യമായിട്ട് ഞങ്ങൾ ചെന്നതാണ്. പക്ഷേ അതിനൊരു പരിഹാരം ഇതുവരെയായിട്ടും ഉണ്ടായിട്ടില്ല. അത് താഴേക്കിടയിലുള്ള ഒരുപാട് ജീവനക്കാരവിടെ ഉണ്ടായിട്ട് കുറേ പേരെ അവിടെ നിന്ന് പിരിച്ചുവിട്ടതിന് ഒരു സംഘടന ഉണ്ടായിട്ട് പോലും ഞങ്ങളോടൊരു കാര്യം ചർച്ച ചെയ്യുകയോ അതിനെക്കുറിച്ചൊരു അഭിപ്രായം ചോദിക്കുകയോ ചെയ്തിട്ടില്ല. ഇപ്പം ഒരു 12 വർഷമായിട്ട് ഞങ്ങൾ ചെയ്തു വരുന്ന ഡ്യൂട്ടി ഷിഫ്റ്റിനെ പോലും ഞങ്ങൾ അത് മാറ്റിമറിച്ച് അവരെ ഓരോന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അതിൻ്റെ പ്രതിഷേധമായിട്ടാണ് ഞങ്ങൾ 14-ാം തീയതി ഈ ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രശ്നത്തിന് അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ട് പ്രത്യക്ഷ സമരത്തിന് ഒരുങ്ങുകയാണ് UNA. സമരപരിപാടികൾ ചർച്ച ചെയ്യാൻ അങ്കമാലി CSA ഓഡിറ്റോറിയത്തിൽ സംഘടനയുടെ യോഗം ചേർന്നു. സമരത്തിന്റെ ആദ്യഘട്ടമായി ഓഗസ്റ്റ് 14-ന് വൈകിട്ട് 5 മണിക്ക് ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമെന്ന് UNA യൂണിറ്റ് ഭാരവാഹികൾ അറിയിച്ചു. ബീന പാപ്പച്ചൻ, റോസ്മേരി, ജിബിൻ, ഷീല തുടങ്ങിയവർ പങ്കെടുത്തു. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. MV ചാക്കോ ജുവലേഴ്സ്, അങ്കമാലി.